നമസ്കാരം. സൗദി അറേബ്യയും ചൈനയും ഒക്കെ ഭൂമിക്കടിയിൽ സ്വർണശേഖരം കണ്ടെത്തിയെന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള സ്വർണഖനിയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ലോകത്തെ പ്രധാന സ്വർണഖനികളിൽ ഒന്നാണ് പാകിസ്ഥാനിലേത്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണമുള്ള ഖനി പാകിസ്ഥാനിലോ ചൈനയിലോ സൗദി അറേബ്യയിലോ അല്ല, അമേരിക്കയിലാണ്. അമേരിക്കൻ സാമ്പത്തിക രംഗം കൂടുതൽ ആകർഷകമാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ സ്വർണഖനിയാണ്. ഒരു രാജ്യത്തിന്റെ കടവാങ്ങൽ ശേഷി അളക്കുന്നത് അവർക്ക് എത്ര സ്വർണം കരുതലുണ്ടെന്ന് നോക്കിയാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും സാധ്യമാകും വിധം സ്വർണം വാങ്ങി ശേഖരിക്കുന്നത്. കരുതൽ സ്വർണം വർദ്ധിപ്പിച്ച് സാമ്പത്തിക ഭദ്രത ശക്തമാക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. കഴിഞ്ഞ വർഷം 131.4 ദശലക്ഷം ഔൺസ് സ്വർണമാണ് ലോകത്ത് ഉൽപ്പാദിപ്പിച്ചത്. 2023 2.2% കൂടുതലായിരുന്നു ഇത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഓസ്ട്രേലിയയും റഷ്യയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. എന്നാൽ ഈ 3 രാജ്യങ്ങളിലുമല്ല ഏറ്റവും വലിയ സ്വർണ്ണഖനി. അത് അമേരിക്കയിലെ നെവാദയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന 5ാമത്തെ രാജ്യമാണ് അമേരിക്ക. പ്രതിവർഷം 9,420 കോടി കിലോ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് വടക്കൻ നെവാദയിലെ സ്വർണഖനി. ഭൂമിക്കടിയിൽ 10 ഖനികളാണ് ഇവിടെ ഉള്ളത്. തുറസായ 12 സ്വർണഖനികൾ വേറെയും. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന കമ്പനിയായ ബാരിക് ഗോൾഡിനാണ് ഈ ഖനിയുടെ പ്രധാന ഓഹരി പങ്കാളിത്തം. ഒപ്പം ന്യൂമോണ്ടിനും. 2019 ജൂലൈയിലാണ് നെവാദയിലെ സ്വർണ്ണഖനി പ്രവർത്തനം തുടങ്ങിയത്. കനേഡിയൻ കമ്പനിയായ ബാരിക് ഗോൾഡിന് 61.5% ഓഹരിയാണുള്ളത്. ബാക്കി ന്യൂമോണ്ടിനും. ലോകത്തെ മിക്ക സ്വർണ്ണ ഖനികളും നിയന്ത്രിക്കുന്നത് ബാരിക് ഗോൾഡ് ആണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലേത് ഉൾപ്പെടെ ഇവിടെ പാകിസ്ഥാൻ സർക്കാരിന്റെ ഓഹരി വാങ്ങാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണശേഖരം കൈവശമുള്ളത് ചൈനയ്ക്കാണ്. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ അടുത്തിടെയാണ് ഈ സ്വർണശേഖരം കണ്ടെത്തിയത്. 1000 മെട്രിക് ടൺ ഗുണമേന്മയുള്ള സ്വർണം ഇവിടെയുണ്ടെന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. $8,300 കോടി സ്വർണം ഇവിടെയുണ്ടെന്ന് കണക്കാക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ദ്വീപിലാണ് ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.